വെൽക്കം ബാക്ക്. നിയാസാണ്, പിന്നെ റിയാസാണ്, ഹഷിമാണ്. പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ ഇന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ വണ്ടി എന്ന് പറഞ്ഞാൽ 1986 മോഡൽ ജീപ്പാണ് ഇത് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സ്ഥലം എന്ന് പറഞ്ഞത് നമ്മളെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗം വെള്ളേരി എന്ന സ്ഥലത്താണ് നമ്മളെ വണ്ടി ഉള്ളത്. സ്റ്റാർട്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ ഏകദേശം ഓണർ പറഞ്ഞത് ഏകദേശം 18 വർഷത്തോളമൊക്കെ 17-18 വർഷം ആയിരിക്കുന്ന വണ്ടി നിർത്തിയിട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം. സ്റ്റാർട്ടാവുന്നൊരു ഉറപ്പില്ല, എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ ഈ വണ്ടി നമുക്ക് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നത് പിന്നെ നമ്മളെ MP ബ്രദേഴ്സ് ടീമിന് നമ്മളൊരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. പിന്നെ ഈ വണ്ടി വരുന്നത് 4 സിലിണ്ടർ 1826 cc 3 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതിന് വരുന്നത്. 1986 മോഡൽ 500D എന്ന് പറഞ്ഞൊരു മോഡലാണിത്. പിന്നെ സെൽഫ് മോട്ടർ സ്റ്റക്കാണോ നോക്കിയിട്ട് വേണം. ഓയിൽ നോക്കണം, റേഡിയേറ്റർ നോക്കാനുണ്ട്. ഉള്ളതൊക്കെ ആകെ അലമ്പാണ് വണ്ടി. പഴയ സാധനത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഈ വണ്ടിയിൽ കാണുന്നത്. പെയിൻറ്റ് കാര്യങ്ങളൊന്നും അധികമായിട്ട് പൊളിഞ്ഞു പോയിട്ടില്ല, അതായത് തുരുമ്പായ ഭാഗത്ത് മാത്രം പൊളിഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ റൂഫ് കാര്യങ്ങൾ, വുഡ് ഒക്കെ നല്ല ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. അന്നത്തെ പഴയൊരു സ്ഥാനത്തിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് സംഭവം. കളർ അടിപൊളിയാണ്, ആ കാര്യത്തൊന്നും പറഞ്ഞില്ല. തുടങ്ങി വെക്കണ്ട. അപ്പം നമ്മൾ ഈ വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കുറേ കാര്യം നിർത്തിയിട്ട് വണ്ടിയാണ്. നോക്കാം നമുക്ക് എന്തായാലും സ്റ്റാർട്ടാവുന്ന സംശയത്തിലാണുള്ളത്. പല്ലിയും പാറ്റൊക്കെ ഉണ്ടോ നോക്കിക്കോ. പിന്നെ നമ്മളെ വണ്ടിക്ക് എന്താ വെച്ചാൽ വണ്ടിക്ക് കീ ഇല്ല. പിന്നെ കീ സെറ്റ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ വയറിംഗ് കിറ്റിലോ മറ്റോ ഷോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഡയറക്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് ക്രാങ്ക് ചെയ്യാൻ നോക്കുകയാണ്. 56-87 അന്ന് നമ്മൾ അറിയാം ഫസ്റ്റിൽ കടുങ്ങല്ലൂരങ്ങാടിയിൽ ഇതാക്കിയ വണ്ടി. അതായത് അന്നൊക്കെ ഈ ബ്ലാക്കാണ്, ടാക്സി എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. പിന്നെ ഇപ്പം അന്നത്തെ കാലത്ത് പിന്നെ ഏത് കളറുമിലും ഇറങ്ങാൻ തന്നെ അന്ന് ഫസ്റ്റിൽ നമ്മൾ കാലിലിറക്കിയാണ്. അന്ന് ഞാനൊന്ന് ഉംബ്രക്കോയി എന്നിട്ട് അന്നത് ഇത് ആ മോഡൽ വണ്ടി ഇത് പുതിയ മോഡലാക്കിയത്. അതായത് ഇതൊക്കെ വെച്ചിട്ട് അന്ന് 60,000 റുപ്യ എനിക്ക് ചിലവാത്. അങ്ങനല്ല ഈ ബോഡിയെ ഇത് ഇങ്ങോട്ട് ആക്കി നിർത്തിയിട്ട് എത്ര വണ്ടി ഇപ്പോൾ ഇത് നിർത്തിയിട്ടിട്ട് പിന്നെ എന്താ പറയാ ഒരു 10-20 കൊല്ലം കാനോന് വെച്ചിട്ട് കുറച്ചുണ്ടായിപ്പോൾ അതിൻ്റെ ദിവസം പറഞ്ഞാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു 5-6 കൊല്ലം പിന്നെ 10-15 കൊല്ലം തലമായി അങ്ങനെ ഓടാന്നിട്ട് അതിൻ്റെ 1886 നമ്മളെ ആ വണ്ടിന് നമ്മളെ ബൈക്കുമേൽ വരെ നമ്മളെ നമ്പറാ 1886. ഈ നമ്പറാണല്ലോ ഇതിൽ നമ്മളെ ലൈസൻസിൽ വാങ്ങും. കാറ് 1886, കുഞ്ഞാണിൻ്റെ വണ്ടി 1886. നമ്മൾ ഫസ്റ്റിലെ വണ്ടിയാണ്. അപ്പം ഇത് അങ്ങനെ അടങ്ങി നിന്നിട്ട് അപ്പം ഇതിലാണ് നമ്മളെ ആദ്യമായിട്ട് വന്നത്. അത് നമ്മളെ വെള്ളേരി മുജീബ് ഇങ്ങനെ പേരിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ വിളയൊക്കെ ഉറുപ്പ്യൊക്കെ ഓടീനി. ഉറുപ്പ്യ പിന്നെ 1.25-1.5 അങ്ങനെ ഉറുപ്പ്യക്ക് വിളയ്ക്ക് 1.5 റുപ്യക്ക് ഓടീനി. പക്ഷേ പിന്നെ അതിൻ്റെ പിന്നെ വിള അങ്ങനെ എന്താ പറയുക നല്ലത് നിന്ന്. ഇത് കാണാൻ വന്നാ അല്ല അത് ഈ വെള്ളം നോക്കണ്ടേ? അല്ല വെള്ളം ഒരു പാരണ്ടല്ലോ. വെള്ളം ഇത് വെള്ളം ഉണ്ടടാ. വെള്ളം ഉണ്ട് ഇതില്. ഒരു പാർച്ചക്കന്മാർ വെള്ളം ഉണ്ട്. അത് മഴ ചെയ്ത വെള്ളം കയറിയാണോ? കുറച്ചുകൂടി ലോറി ഇടിച്ച് കയറി വരുന്നു. ഓയിലുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ?
ഇല്ലേ കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ബാക്കി പോരാന്ന് പറഞ്ഞാൽ ടെർമിനൽ കണക്ട് സ്റ്റാർട്ടാക്കിട്ട് നമ്മൾ പോൾ ഇടുന്നു. ഇതാരതാ വണ്ടി? ഇതാരതാ വണ്ടി? നല്ല പച്ചണ്ട്. ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. എന്ത് പറയണ്ടെങ്കിലും പറയാം. ഒരുപാടൊക്കെ ഉണ്ടല്ലോ. ഇന്റർനെറ്റ് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണം. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണം. ഇത്ര സമയത്തിട്ടും സെൽഫ് മോട്ടർ സ്റ്റെക്കായില്ലേ? സ്റ്റെക്കായില്ല. സെൽഫ് മോട്ടർ സ്റ്റെക്കായിട്ടില്ല. അപ്പോൾ സെൽഫ് മോട്ടർ വർക്കിംഗ് ആണ്. പിന്നെ അപ്പോൾ സെൽഫ് മോട്ടർ ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, പമ്പിലേക്ക് ഡീസൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുമായി സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഡീസൽ ടാങ്ക് വലിയ ഓട്ടയാണ്. എന്താ സംഭവം? അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡീസൽ കൊടുക്കാൻ പോവാണ് വണ്ടിക്ക്. ഡീസൽ ഞാൻ പച്ചള നോക്കും. പച്ചള ഈ പെട്രോളിൻ്റെ മാതിരിയാണ് കളറ് ഡീസൽ. കായിലല്ലേ ചിന്തല ഒട്ടിയെടുത്തേക്കാം. നമുക്ക് പാത്രത്തിൽ എടുത്തേക്കാം. ഫിൽറ്റർ ഉപയോഗിക്കാം. ഫിൽറ്റർ എടുത്തേക്കാം. ഫിൽറ്ററൊന്നും കുഴപ്പമില്ലേ? നല്ല സ്മെല്ല്. ഒഴിവാക്കി കൊടുക്കണം. ഡീസലിൻ്റെ നിറം പറയാൻ മാറിപ്പോയാണ്. പെട്രോളിൻ്റെ കളറാണ് ഇത്. നമുക്ക് ഒഴിവാക്കി ഡയറക്റ്റ് കൊടുക്കട്ടോ. എല്ലാവർക്കും വ്യക്തമാക്കി നന്ദിയിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ഫിൽറ്റർ ഇല്ലാതെ എണ്ണമൊന്നും പോയാടാ. എനിക്ക് പെട്രോളിൻ്റെ മരയ്ക്കണേ. പെട്രോളിൻ്റെ മരയ്ക്കണേ. പെട്രോളിൻ്റെ ജീപ്പൊന്നും ഇറങ്ങിയില്ലേക്കുന്നത്. ഇത് ഡീസലിനല്ലേ വണ്ടി? നല്ല നല്ല മട്ടൻ കലം ഇതുണ്ട്. പോയിക്കാണെങ്കിൽ കുട്ടിനെ നമുക്കറിയില്ല. ഡീസലാണെന്നറിയില്ല. അപ്പോൾ ഡീസൽ എങ്ങനെയാണ് പെട്രോൾ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അങ്ങനെ ഡീസലിന് നാണല്ലേ. കുറേ ചോദിക്കുന്നു നിൽക്കുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞു. ഫയലൊക്കെ ഏകദേശം തീരുമാനമാണ്. ഇപ്പോൾ ഡീസൽ കൊടുക്കാൻ വേണ്ടി പമ്പൊക്കെ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ഡീസൽ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
കാരണം ടാങ്കിൻ്റെ കാര്യം പറഞ്ഞാൽ പൊളിച്ചേച്ചി അടിയിലോട്ട് കിട്ടോ. വെള്ളമല്ലേ ഡീസലാണ്. വെള്ളം കുടിച്ചു കിട്ടോ, അത് കുടിച്ച കേട്ടോ പോകാൻ പറഞ്ഞേ. ഈ പമ്പ് അപ്പം എന്താണ് പമ്പിൻ്റെ ഇൻലെറ്റ് ഇവിടെ ടാങ്കിൽ നിന്ന് വരുന്നത്. ഔട്ട് ഇവിടെ പോയിട്ട് ഫിൽറ്ററിൽ വന്നിട്ട് നേരെ അഞ്ച് പോകും. പിന്നെ അപ്പം ഇനി നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, ഡീസൽ കൊടുക്കാൻ പോകണം. ഇതിനായിട്ടുള്ള പൈപ്പ് നമ്മൾ വേറെ കൊണ്ടുവന്നാണ്. അതെ, അതൊക്കെ ശരിയാണ്. പക്ഷേ പൈപ്പായില്ലേ തട്ടുണ്ട്. ഡീസലോടെ വയ്ക്കുക. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ പഴയ ഫിൽറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പുതിയ ഡീസൽ, ആ ക്യാനക്ക് പുതിയൊരു ഡീസൽ ഒഴിച്ചിട്ട് അത് ഫിറ്റാക്കി കൊടുക്കണം ഡയറക്റ്റ്, അതായത് ഫിൽറ്റർ ഒഴിവാക്കിയാണ്ട്. ഇത് കിട്ടില്ല എനിക്ക്. അവിടെ ആയിമന്ന് ഇറങ്ങിയൊക്കെ ഇതങ്ങനെ സ്റ്റാർട്ടായി വണ്ടി പോകും മാറുന്ന വണ്ടി അടുത്ത് പോലെ വണ്ടി ഇറങ്ങി പൈപ്പിൽ കുറച്ച് ഇത് നിറച്ചാൽ എയർ പോയി കിട്ടും. മണിക്കൽക്കാരൻ സ്റ്റാർട്ടാക്കി നോക്കുകയാണ്. അന്ന് ഞാൻ കുറച്ച് കാരണം ഈ വണ്ടി അത്രയും കാലടെ കടന്ന വണ്ടിയാണ്. ഞാനൊക്കെ സ്കൂൾ പോകാൻ സമയത്ത് എടുക്കുകയാണ്. അങ്ങനെ ഇരിക്കല്ലേ ഇനിയിപ്പോൾ വണ്ടിയിൽ ഫീൽ എന്തെങ്കിലും തോട്ടാൻ പറ്റും വെക്കില്ല എനിക്ക്. അരെ വിരാന്തിയാൻ പറ്റും. ഞങ്ങൾക്ക് ദീർഘയാത്ര പോകുമ്പോൾ എടുക്കുന്ന തുണിയാണ്. അതെ, മണാലി ആദ്യം ഫിൽറ്റർ ഫുള്ള് പറഞ്ഞു. ഡീസലെത്തേക്കല്ലേ. അങ്ങനെ കൊടുത്തത് അവിടെ മക്കളോട് മാറണടാ, എന്തെങ്കിലും സംഭവിച്ചാൽ എത്രയാണിത്? മോട്ടറൊക്കെ കത്തിയുണ്ട്. അടിച്ചടിച്ചടിച്ച് വെള്ളമൊക്കെ കൊണ്ട് റെഡി ആയി നിൽക്കുകയാണ്. പിന്നെ ക്രാങ്ക് സ്പീഡ് കുറവാണ്. ഇതെന്താ ഇങ്ങനെയാണ് ഫസ്റ്റ് കളിക്കാൻ കിട്ടിയത്. പെട്ടെന്ന് സ്റ്റാർട്ടാന്ന് വിചാരിച്ചില്ല. പെട്ടെന്ന് സ്റ്റാർട്ടാവും നമ്മൾ വിചാരിക്കുന്നത്. 24 പോലും കൊടുക്കാതെ എത്ര പെട്ടെന്ന് സ്റ്റാർട്ടാന്ന് കരുതില്ല. ഇപ്പം നമ്മൾ 24 കൊടുക്കാതെ 24 പോലും കൊടുത്തിട്ടില്ല. വണ്ടിൻ്റെ ഓണർ പറഞ്ഞത് 1957 മോഡൽ 86 87 ഓണർക്കുള്ള കറക്റ്റ് ഇതറിയില്ല. പക്ഷെ 18 വർഷത്തോളം ആയിക്കാണ് വണ്ടി നിർത്തിയിട്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മളെ 24 ബാറ്ററി കൊടുക്കാതെ തന്നെ സ്റ്റാർട്ടായി. അതിലൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല. 10 സെൻസിന് തന്നെ വണ്ടി സ്റ്റാർട്ടായി. അതാണ് പവർ.
അതിന്റെ ബെൽറ്റ് സ്റ്റക്കാണ്. സ്റ്റാർട്ടാക്കിയതിനെക്കാട്ടി കഷ്ടപ്പാട് ഓഫാക്കാൻ. കേബിൾ കംപ്ലൈന്റ് ആണ്. കേബിളിന് ചെറിയൊരു ജാമാണ്, സ്റ്റക്കാണ്. ഈ ഫാന് സ്റ്റക്കാണല്ലേ? ഫാൻ സ്റ്റക്കല്ല, ഫാൻ വർക്കിംഗ് ആണ്. ഡൈനാമോ സ്റ്റക്കാ. 24 കൊടുക്കാതെ സ്റ്റാർട്ട് ആയതല്ലേ? പെട്ടെന്ന് സ്റ്റാർട്ടായി. ഇത് ഒരുപാട് കാലം ചുരുങ്ങിയൊരു എന്റെ അഭിപ്രായം. ഞാൻ സ്കൂളിൽ സമയത്ത് വണ്ടിയുടെ എടുക്കുന്നുണ്ട്. ഞാൻ സ്കൂളൊക്കെ പോണ സമയത്ത് വണ്ടിയുടെ എടുക്കാണ്. നമ്മളെ ഓട്ടോറിക്ഷ എത്ര അടിച്ച് തൊട്ടപ്പോത്തിന് സ്റ്റാർട്ടാണ്. പഴയ എഞ്ചിന്റെ ഓൾഡ് ഈസ് കോൾഡ് എന്നാണ്. ഈ ബൾബ് മാത്രം ചെക്കന്മാർ കണ്ടില്ല. ഈ ബൾബ് മാത്രം ചെക്കന്മാർ കണ്ടില്ല അറിയാം. അല്ലെ കൂടി കൊണ്ടുപോകണേ നേരം കഴിഞ്ഞു. സാധാ 100 Hന്റെ ബാറ്ററി കൊടുത്തു അല്ലേ? 24 കൂടി കൊടുത്തു. കഥാവസ്ഥ അർത്ഥം അയച്ചാൽ കഴിച്ചില്ല. ഡൈനാമോ സ്റ്റക്കാണ്. വണ്ടി നമുക്കൊന്ന് റൺ ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കുകയാണ്. ഡൈനാമോ സ്റ്റക്ക് ആയതുകൊണ്ട് പിന്നെ ഈ ബെൽറ്റ് തിരിയണില്ല. ഫുള്ള് പൊട്ടലും ചീറ്റലൊക്കെയാണ്. വെടിയും പുകയാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ആക്കുമെന്ന് വിചാരിച്ചതല്ല. ഇത്ര പെട്ടെന്ന് സ്റ്റാർട്ടാന്ന് വിചാരിച്ചില്ലേ? ഞാനും ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ സമയത്തുണ്ടാവും. വേറൊന്നുണ്ട്, നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിന്. കറക്റ്റ് പമ്പിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ ഡീസൽ ഫിൽറ്ററിലെ ഡീസൽ വെച്ചില്ലേ ഒക്കെ കറക്റ്റ് ആക്കി കൊടുത്തു. മക്കളെ റിംഗ് ഒന്നുമില്ല, അത് കിട്ടിയിട്ട് കാര്യമില്ല. ഒന്നും കിട്ടണില്ലല്ലോ. കാര്യം ചെയ്യും കളിച്ചേ. അതെ അതെ. പക്ഷെ ഇതിവിടെ കാണില്ല, അങ്ങനെ കാണില്ല. ഊരിത്തേക്ക് കൊടുക്കാം. താഴത്തിൻ്റെ കുട്ടി നിന്ന് കഴിയും. ലൂസാക്കി തിരിയാ എന്നാ വിളിക്കില്ല. എടുത്താ അങ്ങനെ എടുത്താ പുറത്തേക്ക് എടുത്താ. വലിച്ചിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ വലിച്ചു നോക്കിയല്ലോ. ചെക്കായോ? ആ ഉള്ളിൽ തള്ളിയാൽ മതി. പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ആക്സിലേറ്റർ കേബിൾ. ഡീസൽ ഇപ്പോൾ തീരും. വണ്ടി ഇത്ര കാലം നിർത്തിക്കിട്ടു. പുലിക്കുട്ടി പോലെയാണ്, പുലിക്കുട്ടി പോലെയാണ് കാട്ടായത്. പിന്നെ അവൾ അധികം ഇളക്കണില്ല, ടയറില്ല. ഇതിനാണ് വീല് സ്റ്റക്കാണ്. ഒന്നരക്കാ സൈലൻസർ പൊട്ടുണ്ട്. അപ്പോൾ നല്ല സൗണ്ട് വ്യത്യാസമുണ്ട്. സൺറൂഫിലൂടെ വെള്ളം വരുന്നുണ്ട്. വണ്ടിയുടെ അടി മുന്നോട്ട് പോകില്ല. എന്താ വെച്ചാൽ വീല് സ്റ്റക്കാണ്. വീല് നല്ല സ്റ്റക്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു ടയർ അവിടെ കറങ്ങുന്നുണ്ട്. ടയർ എന്നാ ഒന്നൊരു ഇത് നോക്കട്ടെ. അപ്പുറത്ത് കറങ്ങുന്നുണ്ടാണോ?
അപ്പോൾ ഈ വീലാണ് സ്റ്റെക്ക് വന്നത്. ആ അവിടെ അറിഞ്ഞില്ല. ഈ വീല് തിരിയാൻ ശ്രമിച്ചു. Man. അപ്പോൾ വീല് സ്റ്റക്കാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ മിഷൻ എടുത്ത് നിർത്തുകയാണ്. ആടാ ഓഫാക്കുന്ന സാധനം വെച്ചിരിക്കാം. ഓഫാകുണ്ടോ? ഓഫാത്തി അല്ല ക്ലച്ച് പുള്ളി ഔട്ടി. ക്ലച്ച് പുള്ളി ഔട്ടാതെ ബാക്കിയൊന്നുമില്ല. എന്നാൽ ക്ലച്ച് കുറേശ്ശെ വിട്ടു വയ്ക്കാം. ക്ലച്ച് കുറേശ്ശെ റിലീസ് ഗിയർ കിട്ടാൻ ഓഫാക്കാം. ആടാ ഡീസൽ ഓഫായി. അപ്പോൾ നമ്മൾ 170 റുപ്യേൻ്റെ ഡീസൽ മേലെ എന്ത് ചെയ്തു, അതായത് അല്ലേ 170 റുപ്യേൻ്റെ ഡീസൽ മേലെ നമ്മൾ 18 വർഷം നിർത്തിയിട്ട ജീപ്പ് സ്റ്റാർട്ടാക്കിട്ടോ. കോൾഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വണ്ടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരം പറഞ്ഞാൽ പൊലം പരിതാപകരമാണ്. പക്ഷേ ഇത് ഫോണിന് കാണുന്ന മാതിരല്ല, എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും കാണുമ്പോൾ. ഇതേപോലെ ഈ കുടുംബത്തിൽ NP ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ടീം ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണ്, അതുകൊണ്ടാണ് അതുപോലെ കൊടുക്കാതെ വെക്കുന്നത്. മീറ്ററൊക്കെ ഫുൾ വർക്കിംഗ് ആണ്. ഇത് പിള്ളേരെ പിടിച്ച തസ്ബീലിനാടാ കാര്യം കളിച്ചാണ്. ഈ ഗ്ലാസ് പോരുന്നുള്ളൂ, പക്ഷെ മീറ്റർ ഒന്നും വർക്കിംഗ് അല്ല. ഇതൊക്കെ വർക്കിംഗ് കേട്ടോ മൊത്തത്തിൽ. പിന്നെ ചെടിച്ചട്ടിക്കാണ് ബാക്കിൽ. അത് പിള്ളേരെ ആഗ്രഹം. ആദ്യം ഇതിൽ ഉണ്ടായതിന് ഭാഗമാണ് ഇതിപ്പോൾ നമ്മൾ തിരിച്ചേലും ചെയ്തു തിരിഞ്ഞു വന്നിപ്പം. ഇത് സ്വിമ്മിംഗ് പൂളാണ്. അതാ ഡീസൽ പറ്റില്ല. ഡീസൽ പറ്റി, അതന്നെ പറഞ്ഞത്. ഡീസൽ കഴിഞ്ഞു. അത് റിട്ടേൺ ഇല്ലാണ്ട് ഇതിന് ഓവർഫ്ലോ നമ്മളേക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കളിക്കാന്നില്ല, നമ്മൾ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടുള്ളൂ. ഓവർഫ്ലോയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഡീസലേക്ക് തിരിച്ചു വരും. എന്നാൽ പിന്നെ ചട്ടിയും പാത്രം കിട്ടുമോ പോലെ. എന്നാൽ അടുത്ത സ്വീകരണത്തേക്ക് പോവാം. അപ്പോൾ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പശ്ചാത്തലത്തിൽ നന്ദി അറിയിച്ചു. അടുത്തതായി പുതിയ മെക്കാനിക് കുഞ്ഞിപ്പാൽ അവതരിപ്പിക്കുന്ന പഴയതുപോലെ സെറ്റ് ചെയ്യുന്നു. അതായത് ഇന്ന് പാളി വെച്ചാ കത്തിയപ്പോഴേ പുകന്നപ്പോഴേ കയ്യിന്ന് പാളി വെച്ചാ. അപ്പം പഴയ കണ്ടീഷനൊക്കെ മാറ്റാണ്. ഇനിയിപ്പം നമുക്ക് സ്റ്റാർട്ടാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക്. ഡീസൽ ആ എൻജിനും ഇങ്ങോട്ട് വലിച്ചു വയ്ക്കാം ഈ പൈപ്പിൽ. അല്ല ഏതായാലും മാറ്റില്ല, ആ ഡീസൽ നമ്മളേക്കന്നെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചിന്തണ്ടോ. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. അതായത് വണ്ടീൻ്റെ ഫിൽറ്റർ, ആ വണ്ടി നമ്മൾ ഫിൽറ്റർ ഒഴിവാക്കി കൊടുത്തത്, കാരണം പമ്പ് കേടാക്കേണ്ട വെച്ചിട്ട്. അപ്പം ഇപ്പം എന്ത് ചെയ്യാണ്, ആ ഫിൽറ്റർ പഴയ പോലെ സെറ്റ് ചെയ്യാണ്. പഴയ ഡീസൽ കുറേശ്ശെ ഒഴിവാക്കണ്ട, മുറിച്ചത്തെ കാട്ടണേ. താല്പര്യം ഇത് പോകണ്ടേ. നിൽക്ക് വെച്ചാൽ ഹൈഡുണ്ട്. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം മറ്റേ ഫിൽറ്റർ നമ്മൾ അയച്ചു, ആ ഫിൽറ്ററിനുണ്ടായ ഡീസലും 1 ലിറ്റർ ഡീസൽ കത്തിനിപ്പോൾ ഏകദേശം. ഇനി അതായിട്ട് പറഞ്ഞിട്ട് ഏകദേശം നോക്കിക്കാം, നമുക്ക് ഒരു ഐഡിയ കിട്ടും. നിനക്ക് അങ്ങനല്ല കയറ്റേ പോയി വിരാണ്ടായതാണ്. എന്ത് കണ്ടാലും ആക്സിഡന്റ് ഇവിടെ കണ്ടാലും ഇപ്പം മുറിച്ചോ. 5 ഇഞ്ചിന്റെ പൈപ്പ് 4 മുറിച്ച് തരണം.
നമുക്ക് വ്യൂവേഴ്സ് ആയിട്ട് മാഷന്മാരെ കണ്ട് വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. ബാക്കി ഡീസൽ ഓക്കെ. നമ്മളെ ഫിൽറ്റർ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെന്ത് ചെയ്തു, ആ ഫിൽറ്റർ അയച്ചപ്പോൾ ആ ഡീസൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെടുത്തു. അപ്പം ഇത് ഏകദേശം 1 ലിറ്ററിൻ്റെ അടുത്തുണ്ട്, 2 ലിറ്ററിൻ്റെ ബോട്ടിലാണിത്. അപ്പം എന്താ വെച്ചാൽ 1 ലിറ്റർ ഡീസൽ കൊണ്ട് നമ്മൾ 18 വർഷം നിർത്തിയിട്ട് മഹീന്ദ്രൻ്റെ ജീപ്പ് സ്റ്റാർട്ടാക്കിയിരുന്നു. പുതിയ കണക്ക് ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഡീസൽ കൊടുക്കാൻ വേണ്ടി പമ്പിൽ നിന്നുള്ള ഇത് പൈപ്പ് അയച്ചിരുന്നു. അപ്പോൾ ആ പൈപ്പ് നമ്മൾ അതേപോലെ തന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഫാനൊന്നും ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫാൻ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫ് ആക്കിയിട്ടുണ്ട്. തോന്നുന്ന നേരം ഒന്നും സ്റ്റാർട്ടിങ് ഇട്ടിട്ടില്ല. നമ്മളെന്തരോ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ ഡയറക്റ്റ് ഫ്യൂല് ഡയറക്റ്റ് കൊടുത്തു. അത് നമ്മൾ കൊടുക്കാൻ കാരണം ടാങ്ക് മൊത്തം ഓട്ടയാണ്, ഇത് ഫുൾ പച്ചവെള്ളമാണ്. പിന്നെ ഇവിടുത്തെ ഇതായതുകൊണ്ട് പിന്നെ ഡീസലിൻ്റെ കളറും ഇതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒഴിവാക്കാൻ പിന്നെ ഇഞ്ചക്ടർ അത്യാവശ്യം ആവും പണിയാവും. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളെന്താ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഡീസൽ ഡയറക്റ്റ് കൊടുത്തു. പിന്നെ അതേപോലെ ഫിൽറ്റർ പോലും എയർ തോനെടുക്കാൻ വേണ്ടി എയർ ഫിൽറ്ററിൻ്റെ ഓസ് പോലും നമ്മൾ തുറന്നിട്ടിട്ടില്ല. നേരെ 24 കൊടുത്തിട്ടില്ല ബാറ്ററി, നേരെ 12 വോൾട്ട് ബാറ്ററി കൊടുത്തു, നേരെ ക്രാങ്ക് ചെയ്തു. ക്രാങ്കിങ് തന്നെ ആകപ്പാടെ ഒരു 2-3 മൂന്നാമത്തെ ക്രാങ്കിങ്ങിൽ വണ്ടി സ്റ്റാർട്ടായി അല്ലേ. ഒരു രക്ഷയില്ല എഞ്ചിന്. റേഡിയേറ്റർ ലീക്ക് ഉണ്ട് കേട്ടോ, ചെറിയ റേഡിയേറ്റർ ലീക്ക് ഉണ്ട്. ഡൈനാമോ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. അടിയില്ല